നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം PA ആസിസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ DNA പരിശോധനാ ഫലം പുറത്ത്. കരകുളം PA ആസിസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിനുള്ളിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കോളേജ് ഉടമയായ EM താഹയുടേത് തന്നെയാണെന്ന് DNA പരിശോധനാ ഫലം പുറത്തുവന്നു. DNA പരിശോധനാ ഫലം EM താഹയുടെ കുടുംബത്തിന് പോലീസ് കൈമാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബർ 31-നാണ് കോളേജിനുള്ളിൽ പണി തീരാത്ത കെട്ടിടത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു. 60 കോടിയോളം രൂപയുടെ നികുതി ബാധ്യത താഹയ്ക്കുണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. മരിച്ചത് EM താഹ തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കൊല്ലം പള്ളിമുക്കിൽ ഖബറടക്കം നടക്കും. കോളേജ് ഉടമ EM താഹയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. മരണമല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് കുറെ നാൾക്ക് മുമ്പ് തയ്യാറാക്കിയ കുറിപ്പിലുള്ളത്. കോളേജിലെ കെട്ടിടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം താഹയുടേത് തന്നെയെന്ന് അന്തിമമായി ഉറപ്പിക്കാൻ DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയായിരുന്നു കുടുംബവും പോലീസും. പണിതീരാത്ത ഹാളിനുള്ളിൽ ഡിസംബർ 31-ന് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന കണ്ണടയിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നുമാണ് കോളേജ് ഉടമ EM താഹയുടേതാണ് മൃതദേഹമെന്ന സംശയത്തിലേക്ക് എത്തിയത്. ലൈവ് റെക്കോർഡ് ചെയ്യാനെന്ന തരത്തിൽ കസ്റ്റഡിയിൽ സ്ഥാപിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. എന്നാൽ പരിശോധനയിൽ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഗാലറിയിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു ആത്മഹത്യക്കുറിപ്പ്. മരണമല്ലാതെ രക്ഷപ്പെടാൻ മറ്റ് മാർഗം ഒന്നുമില്ല എന്നാണ് ഏറെ നാൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കിയ ഈ കുറിപ്പിലുള്ളത്. 28-ാം തീയതിയിൽ വടയിലയിലെ ഒരു പമ്പിൽ നിന്ന് താഹ പെട്രോൾ വാങ്ങിയതിന്റെ ബില്ലും പോലീസിന് ലഭിച്ചിരുന്നു. താഹയുടെ മകനിൽ നിന്ന് അനുജനിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. 15 കോടി രൂപയുടെയെങ്കിലും ബാധ്യത താഹയ്ക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശേഷി ഇപ്പോഴും താഹയ്ക്കുണ്ടായിരുന്നു. മാനസികമായി തളർന്ന നിലയിലായിരുന്നു അദ്ദേഹം. മനോവിഷമം മൂലം ആത്മഹത്യ ചെയ്തതാകാമെന്ന സംശയം അന്വേഷണത്തിനിടെ ബലപ്പെടുകയായിരുന്നു. മൃതദേഹത്തിന് സമീപത്ത് ഇദ്ദേഹത്തിന്റെ ഷൂസും മൊബൈൽ ഫോണും കാണപ്പെട്ടിരുന്നു. ഹാളിന് പുറത്ത് ഇദ്ദേഹത്തിന്റെ കാറും കിടപ്പുണ്ടായിരുന്നു. സംശയത്തെ തുടർന്ന് രക്തസാമ്പിൾ തിരുവനന്തപുരം FS ലാബിൽ DNA പരിശോധനയ്ക്കായി അയക്കുകയായിരുന്നു. പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന താഹയ്ക്ക് 30-ന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരുന്നു. ആദായ നികുതി കുടിശ്ശികയായി 36 കോടിയോളം രൂപയും കോളേജ് ട്രസ്റ്റിന്റെ പേരിൽ കുടിശ്ശിക 25 കോടി രൂപയും അടയ്ക്കണമെന്ന് നോട്ടീസിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇദ്ദേഹം പണം നൽകാനുള്ള ചിലർ കോളേജിലെത്തി തുക ഉടൻ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ കോളേജ് അധ്യാപകർക്ക് 4 മാസത്തെ ശമ്പളവും നൽകാനുണ്ടായിരുന്നുവെന്നാണ് നെടുമങ്ങാട് CA രാജേഷ് കുമാർ വ്യക്തമാക്കിയത്. വർഷങ്ങളായി പേയാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അദ്ദേഹം. 2003-ൽ സ്ഥാപിതമായ PA ആസിസ് കോളേജിന് 50 ഏക്കറിലേറെ വസ്തുവകകളും കെട്ടിടങ്ങളും സ്വന്തമായുണ്ട്. ഏറെക്കാലം വിദേശത്തായിരുന്ന മുഹമ്മദ് അബ്ദുൽ അസീസ് താഹ നാട്ടിൽ എത്തിയ ശേഷം 2000-ലാണ് കോളേജ് ആരംഭിച്ചത്. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു അധിക ബാച്ചിന് അഡ്മിഷൻ നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാൻ ഇടയാക്കിയിരുന്നു. കുറച്ചുകാലം അടച്ചിട്ട ശേഷം അടുത്തിടെയാണ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾ താഹെ അലട്ടിയതായും പറയുന്നു. വസ്തുവകകൾ ക്രയവിക്രയം നടത്താൻ സാധിക്കാത്ത തരത്തിൽ ആദായ നികുതി വകുപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നത്രേ. ഇത് കാരണം വസ്തുവകകൾ വിറ്റ് കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞതായി അദ്ദേഹവുമായി ബന്ധമുള്ളവർ പറയുന്നു. കൊല്ലം സ്വദേശിയായ താഹ തിരുവനന്തപുരത്താണ് താമസിച്ചത്. ചില ദിവസങ്ങളിൽ കോളേജ് വളപ്പിൽ തന്നെയുള്ള മുറിയിലാണ് മുഹമ്മദ് അബ്ദുൽ അസീസ് താഹ താമസിച്ചിരുന്നതെന്ന് കോളേജ് ജീവനക്കാരും പറയുന്നു. ജില്ലയിലെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജായി PA ആസിസ് വളർന്നതിനിടെ പലവിധ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടു. നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട് റോഡിൽ 50 ഏക്കറിലാണ് PA ആസിസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു. 2003-ൽ കോളേജ് ആരംഭിച്ച് ഏറെക്കാലം നല്ല രീതിയിലായിരുന്നു പ്രവർത്തനം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ ഇത് ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുവെങ്കിലും കൈമാറാൻ മുഹമ്മദ് അസീസ് താഹ തയ്യാറായിരുന്നില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നാളെ രാവിലെ 11-ന് കോളേജിലെ പൊതുദർശനത്തിന് വച്ച ശേഷം വൈകിട്ട് 3-ന് സ്വദേശമായ കൊല്ലം പള്ളിമുക്കിലെ കൊല്ലൂർവിള മുസ്ലിം ജമാത്തിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.